നമുക്ക് ആദ്യം ശ്യാം ദേവരാജിലേക്ക് ഒന്ന് വരാം. ശ്യാം ദേവരാജ്, ഇപ്പോൾ ഈ ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലപരിധി വേണം, അല്ലെങ്കിൽ അകലം വേണം. ജനങ്ങളും ആനയും തമ്മിൽ 8 മീറ്റർ ദൂരപരിധി ഉറപ്പാക്കണം. ഇതാണിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. തീർച്ചയായും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം. പക്ഷേ പല ക്ഷേത്രങ്ങളിലും ആനയും കാഴ്ചക്കാരും തമ്മിൽ 8 മീറ്റർ അകലം പാലിക്കാൻ കഴിയില്ല. 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കാൻ കഴിയില്ല. നിരന്ന് ആനകൾ നിൽക്കുന്നതും പിന്നാലെ ആനകൾ പോകുന്നതും ഒക്കെ നമ്മൾ പല ഉത്സവങ്ങളിലും കണ്ടിട്ടുണ്ട്. അഥവാ ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കുകയാണെങ്കിൽ, കർശനമായി നടപ്പിലാക്കുകയാണെങ്കിൽ പല ക്ഷേത്രങ്ങളിലും പഴയതുപോലെ എഴുന്നള്ളിപ്പ് ഉണ്ടാവില്ല. അല്ലേ ശ്യാം ദേവരാജ്? വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇതിൽ ഏറ്റവും പ്രധാനം, ഹൈക്കോടതി ഇന്നലെ വിശദമായ വാദമാണ് കേൾക്കുന്നത്. ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത്. ഹൈക്കോടതി കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ചിന്റെ മുന്നിലാണ് നാട്ടാനകളുടെ പരിപാലനം സംബന്ധിച്ച സ്വമേധയാ സ്വീകരിച്ച ഹർജി ഉള്ളത്. അത് ഇന്നലെ പരിഗണിച്ചു. ഇന്ന് വീണ്ടും ആ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. വൈകിട്ട് 3:30 ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുന്നത്. ഹൈക്കോടതി ഒരു മാർഗനിർദ്ദേശം 2 ആഴ്ചകൾക്ക് മുമ്പ് പുറത്തിറക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ മാസം 13 പുറത്തിറക്കിയിരുന്നു. ആ 13 പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു മാർഗനിർദ്ദേശമാണ് 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണം എന്നത്. അത് കർശനമായ നിർദ്ദേശമാണ്. ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്ന ആനകൾ തമ്മിൽ ഈ 3 മീറ്റർ അകലപരിധി പാലിക്കാറില്ല. അത് ആനകളുടെ ശാരീരികമായ പ്രത്യേകതകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കുറവ്, പരിമിതി ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ അടക്കം മാർഗനിർദ്ദേശങ്ങൾ ഇതിലുണ്ട് നാട്ടാനകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നിലവിലത്തെ വിഷയം എന്നത്, നിലവിൽ ഇത് ഉത്സവകാലമാണ്. കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ. അങ്ങനെ ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിൽ ആനകളുടെ എഴുന്നള്ളത്ത് എന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും, ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും സാധാരണമായ കാര്യമാണ്. അല്ലെങ്കിൽ അത് ആചാരങ്ങളുടെ ഭാഗമായാണ് അവർ അത് കരുതുകയും ചെയ്യുന്നത്. അങ്ങനെ ആചാരങ്ങളുടെ ഭാഗമായി കരുതുമ്പോൾ ആന എന്നത് ഹൈക്കോടതി തന്നെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വസ്തുത, കരയിലെ ഏറ്റവും വലിയ ജീവി എന്നതാണ്. അങ്ങനെയുള്ള ഒരു ജീവിയെ എഴുന്നള്ളിക്കുമ്പോൾ എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണ്, എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം. നിരവധിയായ മണിക്കൂറുകളാണ് ഒരാന ഈ എഴുന്നള്ളത്തിനായി നിൽക്കുന്നത്. വിശ്രമം എന്നത് പലപ്പോഴും ലഭിക്കാറില്ല. അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വാഹനങ്ങളിൽ, ഈ ലോറിയിലടക്കം നിർത്തിയാണ് കൊണ്ടുപോകുന്നത്. കാര്യമായ റെസ്റ്റ് കിട്ടാറില്ല, അല്ലെങ്കിൽ വിശ്രമം കിട്ടാറില്ല. അങ്ങനെ കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആന ഇടഞ്ഞാൽ അത് ജനങ്ങളുടെ സുരക്ഷയാണ് ബാധിക്കുന്നത്. ഉത്സവം എന്നാൽ വലിയൊരു കൂട്ടം ജനത, ആയിരക്കണക്കിന് പേർ ഒരുമിച്ച് കൂടുന്ന ഇടമാണ്. ഇതിൽ ഒരാന എന്നത് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന വിഷയം തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് ഇന്ന് പരിഗണനയ്ക്ക് വരുന്നത്. അതിൽ ഇന്നലെ തന്നെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഏതാണ്ട് 40 ആനകളെയാണ് ഈ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി ഉപയോഗിക്കുന്നത്. അത്രയും സ്ഥലം അവിടെ ഉണ്ടോ എന്ന ചോദ്യത്തിന് അത്രയും സ്ഥലം അവിടെ ഇല്ല, അതിൻ്റെ പരിമിതിയുണ്ട്. അങ്ങനെ അപ്പോൾ ഈ 3 മീറ്റർ അകലപരിധി കൂടി പാലിച്ചാൽ, 2 ആനകൾ തമ്മിലുള്ള 3 മീറ്റർ അകലപരിധി കൂടി പാലിച്ചാൽ അതിന് ഈ 40 ആനകളെ എഴുന്നള്ളിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല എന്നതാണ് ഈ ക്ഷേത്ര കോർഡിനേഷൻ കമ്മിറ്റി സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ആനകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. അങ്ങനെ ആനകളുടെ എണ്ണം കുറയ്ക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഉത്സവ നടത്തിപ്പിനെ ബാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട പരാതി. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ശ്യാം, ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് കർശനമായി പാലിച്ചില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമല്ലോ. മറുഭാഗത്ത് ഹർജിക്കാരുമുണ്ട്. ഈ ആന പരിസ്ഥിതിവാദികൾ ഇതിനെതിരെ ഹൈക്കോടതി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോടതി ഉത്തരവ് കർശനമായി പാലിക്കാൻ ദേവസ്വങ്ങൾക്ക് ബാധ്യതയുണ്ട് അല്ലേ? ആ അവസ്ഥയിലേക്കാണ് വരുന്നത്. അങ്ങനെ തന്നെയാണ്. അതായത് കോടതി ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്നലെയും ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം, കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും വീടിനുള്ളിൽ അടച്ചിരുന്ന ആളുകളാണ്. ആ സമയത്ത് ഉത്സവങ്ങൾക്കടക്കം പരിമിതികൾ ഏർപ്പെടുത്തിയിരുന്നു. അന്ന് നിങ്ങൾ എത്ര ആനകളെയാണ് എഴുന്നള്ളിച്ചത്? എന്തിനാണ് 40 ആനകളെ നിരത്തി നിർത്തുന്നത്? അല്ലെങ്കിൽ ഇത്രയും ആനകളെ എഴുന്നള്ളിക്കുന്നത് എന്തിനാണ്? ആന എഴുന്നള്ളിപ്പ് പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല, ഇത് രാജകാലത്ത് മുതൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് രാജഭരണമല്ല, നിയമവാഴ്ചയുടെ കാലമാണ്, അവിടെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്, ആനകൾക്കും ആ അർത്ഥത്തിലുള്ള റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി നിയന്ത്രണങ്ങളിൽ തൃശ്ശൂരിലെ പൂരപ്രേമികൾക്ക് ആശങ്കയുണ്ടാവുന്നു. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് പൂരത്തിന്റെ ചടങ്ങുകൾ നടത്താനാവില്ലെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ്. ദൂരപരിധി ഉൾപ്പെടെയുള്ള നിയന്ത്രണത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് പൂരപ്രേമികളുടെ ആവശ്യം. ജെയ്സൺ ചാമോളപ്പിൽ
നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ ചാമളപ്പിലോടൊപ്പം ചില ആനപ്രേമികൾ കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജെയ്സൺ,